ക്രിസ്ത്യൻസ്, ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തുവിനെ മാത്രം അനുഗമിക്കുന്നവരും ജീസസ് ക്രൈസ്റ്റിനെ മാത്രം ഫോളോ ചെയ്യുന്നവരാണ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ക്രിസ്ത്യൻസ് എന്ന പേരിലുള്ളവര് 99% പേരും അല്ല ജീസസിനെ മാത്രം ഫോളോ ചെയ്ത മറിയ, യേശുവിന്റെ അമ്മയെന്ന് ലോകത്തുണ്ടായിരുന്ന മറിയെ ഫോളോ ചെയ്യുന്നു, ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥ വഹിക്കുന്നു, പിന്നെ അല്ലാതുള്ള വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്നു. ഇതൊക്കെ ബൈബിളിൽ തെറ്റെന്നാണ് പറയുന്നത്. ഇപ്പം ഈ കുരിശടിയിലൊക്കെ ഉള്ള രൂപസാദൃശ്യങ്ങളൊക്കെ ഒരു കലാകാരൻ ഉണ്ടാക്കി അവന്റെ കൈ വരുന്നുണ്ട്, അവന്റെ ഒരു സങ്കല്പത്തിൽ ഉണ്ടാക്കിയ ഒരു ഇതാണ്. അതിനെ ദൈവം എന്നൊരു കുമ്പിടെ സേവിക്കുക ആരാധിക്കുക ചെയ്യണം, വളരെയേറെ തെറ്റാണ്. പിന്നെ അല്ലാതെ ഈ ഫോട്ടോയിൽ ഒരു സിനിമ നടന്റെ ഫോട്ടോയാണ് കൂടുതലും യേശു എന്ന് പറഞ്ഞ് തൊഴുകയും ആരാധിക്കുന്നത്, അതും അതിനേക്കാളും തെറ്റാണ്. ബൈബിളിൽ നല്ലപോലെ കുറെ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ യേശു മാത്രമാണ് ദൈവം എന്നറിയാതെ അവർ മറിയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതിന് പോലെ എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. ഫിലിപ്പിയർ 2-ാം അധ്യായം 10-ാം വാക്യവും 11-ാം വാക്യം. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു മാത്രമാണ് കർത്താവെന്ന് ദൈവമെന്ന് ഏറ്റു പറയുകയും ചെയ്യും. യേശു മാത്രം, ജീസസ് ഉള്ളു, യേശു മാത്രമാണ് അപ്പൊ കർത്താവെന്ന് ബൈബിളിൽ എടുത്തു പറഞ്ഞു. ഈ ഭാഗത്ത് മാത്രം, വേറെ ഭാഗത്ത് കുറെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ യേശു മാത്രം കർത്താവാണ്, യേശു മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കാം. ഇടയിൽ ഒരു മധ്യസ്ഥയായിട്ട് മനുഷ്യന്റെ സാധാ ഒരു എല്ലാം നശിച്ചു പോണ ഒരു മനുഷ്യന്റെ ആവശ്യമില്ല, ശിഷ്യന്മാരുടെ ആവശ്യം ഒന്നുമില്ല. അവരൊക്കെ ജസ്റ്റ് നല്ലവരായിരുന്നു, നല്ല വിശുദ്ധരായിരിക്കും, പക്ഷെ അവർ ദൈവമല്ല, അവരുടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പിന്നെ റോമർക്ക് എഴുതിയ 1-ാം അധ്യായം 23-24 പറയുന്നുണ്ട്, അക്ഷയനെ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളെ മാറ്റിക്കളഞ്ഞു. അതോടെ ദൈവം തങ്ങളുടെ ഹൃദയങ്ങളെ മോഹമുള്ള സന്തോഷങ്ങളെ അപമാനിക്കുന്ന അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടാവിനേക്കാൾ അവർ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു, അവർക്ക് ശാപം ഏൽപ്പിച്ചു. എന്ന് വെച്ചാൽ എല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കാതെ ചിലവരാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങൾ ആരാധിക്കുന്നു. വെച്ചാൽ ഈ പാമ്പ്, പല്ല്, പാറ്റ, ഈ ആന ഉണ്ട്, കുറെ ജീവികളുണ്ട്, അതിനെയൊക്കെ ആരാധിക്കുന്നത് തെറ്റ്. കാരണം ഇതൊക്കെ നശിച്ചു പോകണം, ചത്തു പോകണമാണ്. ഈ മരത്തിനെയൊക്കെ ആരാധിക്കുന്നവരുണ്ട്, അത് എല്ലാം നശിച്ചു പോകണമെന്നാണ്. അപ്പം നശിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്നതൊക്കെ വെറും വേസ്റ്റ് അല്ല. അപ്പം ഇതൊക്കെ ഉണ്ടാക്കി എല്ലാം സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കണം. അപ്പം ജസ്റ്റ് ഈ കാര്യം ഷെയർ ചെയ്യണമെന്ന്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് അതും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ ആരെയും നിർബന്ധിക്കില്ല, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കളയുക, ജസ്റ്റ് ചിന്തിക്കുക. താങ്ക് യു.